നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാണ് രാവിലെ നമ്മളെല്ലാവരും, നിങ്ങളിൽ ഓരോരുത്തരും ആ വാർത്ത കേട്ടുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് ഉണർന്നിട്ടുണ്ടാവുക എന്ന് പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ, കണ്ണൂരിൻ്റെ പോരാളി, അതല്ലെങ്കിൽ ഏതൊക്കെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാമോ അതൊന്നും പോരാതെ വരുന്ന ഒരു വ്യക്തി തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്റർ നിലവിൽ BJP-യുടെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ രാഷ്ട്രപതി രാജ്യസഭ MP ആയിട്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. സദാനന്ദൻ മാസ്റ്ററെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് സദാനന്ദൻ മാസ്റ്റർ വെച്ചിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരു അനുഭവ ഇന്റർവ്യൂ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലൈവ് സെഷൻ നോക്കൂ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ 2 കാലുകളും കമിഴ്ത്തിയിട്ട് വെട്ടിയെരിഞ്ഞ കമ്മ്യൂണിസ്റ്റ് കാബാലികന്മാരുടെ ദുഷ്ടതയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ടതുണ്ട്, മറ്റൊന്നും പറയേണ്ടതില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ, അതല്ലെങ്കിൽ ശക്തമായ നരേന്ദ്രമോദി സർക്കാരിന്റെ, നരേന്ദ്രമോദിജിയുടെ ഒരു താക്കീത് തന്നെയാണെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം എന്തെന്നറിയാമോ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും സംഘടനയെയും ഇവിടെ വളരാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് ഇവിടുത്തെ കൊലപാതക രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്, പിണറായി വിജയനും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ രാഷ്ട്രീയ കൊലക്കേസായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന സംഘപ്രവർത്തകൻ, അന്നത്തെ ജനസംഘത്തിന്റെ പ്രവർത്തകൻ, അദ്ദേഹത്തെ വെട്ടിയെരിഞ്ഞ ആ കേസിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ. എന്നിട്ട് പിന്നെ സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അഭാവത്തിൽ രക്ഷപ്പെട്ടവൻ തന്നെയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഇന്നും പിണറായി വിജയന്റെ കൈകളിൽ നിന്ന് ആ രക്തക്കറ മാഞ്ഞു പോയിട്ടില്ല. തലശ്ശേരി കോടതിയിലെ റെക്കോർഡ് റൂമുകളിൽ ഇന്നും കിടപ്പുണ്ട് പിണറായി വിജയൻ പ്രതിയായിരുന്ന കാലത്തെ രേഖകൾ. അതുകൊണ്ട് ഏതൊക്കെ രേഖകൾ മായ്ച്ചു കളഞ്ഞാലും, സാക്ഷികളെ വശംവദരാക്കി കഴിഞ്ഞാലും, പിണറായി വിജയ, നിന്റെ കയ്യിൽ നിന്ന് ആ രക്തക്കറ മായില്ല പിണറായി വിജയ. ആ ഭാഷ തന്നെ പിണറായി വിജയനെതിരെ ഉപയോഗിക്കാൻ ആവുകയുള്ളൂ. ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിഭരിക്കുന്ന കേരളം, ആഹാ എന്തൊരു പ്രബുദ്ധത എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയ പിണറായി വിജയൻ അടക്കമുള്ള ഇസ്ലാമിക ജിഹാദികൾക്കടക്കമുള്ള ആളുകൾക്കുള്ള കട്ടയ്ക്കുള്ള താക്കീത് തന്നെയാണ് സദാനന്ദൻ മാസ്റ്ററിലൂടെ അദ്ദേഹത്തിന് MP സ്ഥാനം, രാജ്യസഭ MP സ്ഥാനം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് കേന്ദ്രം, അതല്ലെങ്കിൽ മോദിജി എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. എനിക്ക് അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം തന്നെയാണുള്ളത്. അദ്ദേഹത്തെ രാവിലെ തന്നെ ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ പ്രാർത്ഥനകൾ, ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ മാസ്റ്റർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ബഹുമതി ഉണ്ടല്ലോ, ആദരമുണ്ടല്ലോ, അതിന്റെ അളവ് എന്നെ സംബന്ധിച്ച് വലിയത് തന്നെയാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല. മാഷെ, നമ്മൾ 3 വർഷങ്ങൾക്ക് മുൻപ് മാഷയുടെ ആ ഒരു ലൈവ് സെഷൻ വെച്ചിരുന്നു. അത് വീണ്ടും ഇവിടെ പുനഃസംപ്രേഷണം ചെയ്യുകയാണ്. അത് പൂർണ്ണമായും കേൾക്കേണ്ടതാണ്. ഒരു മനുഷ്യനെ, അതല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ, ഈ നാട്ടിലെ ഇസ്ലാമിക കൊടുംഭീകരവാദികളായാലും കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായാലും എങ്ങനെയാണ് പെരുമാറുക, ക്രൂരതയുടെ പര്യായമായി എങ്ങനെയാണ് വെട്ടിയെരിയുക എന്നതിന്റെ ഏറ്റവും വലിയ നേർദൃക്സാക്ഷ്യം തന്നെയാണ്, ജീവിക്കുന്ന ബലിദാനി തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ. ഒരു തവണ ഞാൻ സദാനന്ദൻ മാസ്റ്റർ ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് അദ്ദേഹം ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത്, അത് ലൈവ് എടുക്കാൻ പോയ സമയത്ത്, മാഷ് അദ്ദേഹത്തിന്റെ കാറ് ഒറ്റയ്ക്കാണ് ഓടിച്ചു വന്നത്. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചു, അല്ല മാഷെ, ഈ 2 കാലും ഇല്ലാഞ്ഞിട്ടും എങ്ങനെ ഈ കാർ ഓടിക്കുന്നത് എന്ന് ചോദിച്ചോ, മാഷ് പറഞ്ഞത്, ബൈജു, അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നമ്മൾക്ക് പ്രാപ്യമാണ് എന്ന അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇന്നും ഊർജ്ജസ്വലനായി ഓടിപ്പാഞ്ഞു നടന്ന് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പ്രവർത്തിക്കാൻ ചെല്ലുന്ന, സ്വയം കാർ ഓടിച്ച് ആരുടെയും ഒരു കൈത്താങ് പോലും ഇല്ലാതെ ഓടിപ്പാഞ്ഞു ചെല്ലുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ലൈവ് സെഷൻ പൂർണ്ണമായിട്ട് ഇവിടെ റീപബ്ലിഷ് ചെയ്യുകയാണ്, കണ്ടു നോക്കാം. അത് എന്റെ വീട്ടിലേക്ക് 2 കിലോമീറ്റർ നടന്നു വേണം പോകാൻ. അന്ന് പിന്നെ നടന്നാണ് ഞാൻ പോവുക. നടന്നു പോകാൻ അങ്ങനെ ബസ് ഇറങ്ങി തിരിയുന്ന വഴിക്കും എന്റെ പുറകിൽ നിന്ന് ബലമായി പിടിച്ച് റോഡിൽ കിടത്തുകയും കാല് വെട്ടി മുറിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ക്രൂരതയുടെ ഏറ്റവും ഉയർന്ന തലം അവിടെയാണ്. सदानंद मास्टर, भाइयों बहनों, मैं देशवासियों को कहना चाहता हूं, ये कैसे लोग हैं? ये सदानंद जी मास्टर, उनका कोई गुनाह नहीं था, वो भारत माता की जय बोलते थे। उनका एक ही गुनाह था, वो देश के गरीबों के लिए अच्छे रास्ते पर चलना चाहते थे। और जब उन्होंने अपने विचारों के अनुसार काम करना शुरू किया तो इन कम्युनिस्ट पार्टी ने
उनके दोनों पैर काट दिए। आज वो आर्टिफिशियल पैर लगा करके आज भी हिम्मत के साथ सेवा भाव से वे केरल की जनता की सेवा कर रहे हैं। നമസ്കാരം മാഷെ. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ സത്യത്തെ നമ്മള് രോമാഞ്ചം ഉണ്ടാകും എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് അനുഭവിക്കും ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ. അതിൽ അദ്ദേഹം അങ്ങയുടെ ആർട്ടിഫിഷ്യൽ കാലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ടും. എങ്ങനെയാണ് മാഷെ ആ ദിനങ്ങളെ, ഇന്നിപ്പോൾ 28 വർഷം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, 25-ാം തീയതിക്ക് ജനുവരി 25, 1994 ജനുവരി 25-നായിരുന്നല്ലോ ഈ ദാരുണ സംഭവം ഉണ്ടായത്. അപ്പോൾ മാഷ് എങ്ങനെയാണ് ഈ സംഭവത്തെ ഒന്ന് ഓർത്തെടുക്കുന്നത് മാഷെ? നമസ്കാരം. ബൈജുവിനും എന്നോടൊപ്പം ഈ ഷോയിൽ പങ്കെടുക്കുന്ന പ്രദീപിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർണമായ നമസ്കാരം. അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സമ്മിശ്ര വികാരമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്നലെ സത്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാര്, പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാര്, സുഹൃത്തുക്കൾ അവരവരുടെ അക്കൗണ്ടുകളിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കുറിപ്പുകളും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. ഞാൻ തന്നെ 2 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഐറ്റം, അത് ഞാൻ അറിയാതെ ഫേസ്ബുക്ക് തന്നെ സ്വയം അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതെ, മെമ്മറി എന്നുള്ള നിലയ്ക്ക് ഞാനിത് ഇന്നലെ സാധാരണ നിലയ്ക്ക് എല്ലാ വർഷവും ഈ ദിവസം എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്തില്ല. അത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം സംഭവം നടന്നിട്ട് 28 വർഷം തികയുന്നു. അന്നത്തെ സാഹചര്യമേ അല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഓരോ വർഷം കഴിയും തോറും സാമൂഹ്യ സാഹചര്യം, സാമൂഹ്യ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ദശാബ്ദങ്ങളോളം നിലനിന്നിരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം പഴയതുപോലെ രൂക്ഷമായി ഇപ്പോൾ നിലവിലില്ല. എന്തായാലും അതൊരു വലിയ മാറ്റമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് സംഘപ്രസ്ഥാനങ്ങൾ ഒരു തരത്തിലും അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. അത് പരിപാടിയായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ആശയ സംവാദത്തിലൂടെ, പരസ്പര സഹകരണത്തിലൂടെ, പരസ്പരം കാര്യങ്ങൾ അറിഞ്ഞും സാമൂഹ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് സംഘത്തിന്റെ സ്വാഭാവികമായ ശൈലി. അത് സ്വാഭാവികമായ ശൈലിയാണ് സംഘത്തിന്റെ. കാരണം സംഘസ്വാധീനമുള്ള കേരളത്തെ അപേക്ഷിച്ച് ഒട്ടേറെ സ്വാധീനമുള്ള അനേകം പ്രദേശങ്ങൾ ഭാരതത്തിലുണ്ട്. മുഴുവൻ ഭാരതത്തിലും എടുത്തു നോക്കിയാൽ കേരളത്തിൽ സംഘത്തിന്റെ സംഘടനാപരമായ സാന്നിധ്യം ശക്തമായി നിലവിലുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ആ സംഘടനാ സംവിധാനത്തിന്, സ്വാധീനത്തിന് ആനുപാതികമായ വലിയ ജനപിന്തുണയോ അല്ലെങ്കിൽ ജനകീയ മുന്നേറ്റം നടത്താനുള്ള കരുത്തോ താരതമ്യേന കുറവാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നമുക്ക് ഭരണരംഗത്ത് നിയമസഭയിൽ സീറ്റുകൾ കിട്ടാത്തതിന്റെ ഒക്കെ കാരണം അതാണ്. ഒരു 12, 13, 14% വോട്ടിൽ എങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം ആളുകളിലേക്ക് സംഘ സന്ദേശം ഇനി ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിൽ BJPയുടെ നയപരിപാടികൾ എത്തേണ്ടതുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് വളരെ ഭാവാത്മകമായി ജനങ്ങളെ സമീപിക്കുകയും അവരിലേക്ക് സംഘ ആശയങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ, ലക്ഷ്യങ്ങൾ എത്തിക്കുകയും ചെയ്യാനുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ എല്ലാ ആളുകളും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി, അക്രമ രാഷ്ട്രീയം എന്ന എപ്പിസോഡ് തന്നെ ഇല്ലാതെയാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം മെല്ലെ ആണെങ്കിലും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. അത് ഒരു ഭാഗം മാത്രമാണ്. ഇപ്പൊ CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങളാണ് കുറഞ്ഞു വരുന്നത്. അതേ സമയത്ത് മറുഭാഗത്ത് ജിഹാദി ശക്തികളുടെ, ഇസ്ലാമിക ഭീകരവാദം കൊണ്ടു നടക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകളുടെ കൊടിയ ഭീഷണിയും കൊലപാതക സംഭവങ്ങളും ഒക്കെ കേരളത്തിൽ അരങ്ങേറുന്നുണ്ട്.
അത് മറ്റൊരു വശത്ത് അങ്ങനെ ഉണ്ട്. നമ്മൾ അതിലേക്ക് ഇപ്പൊ പ്രവേശിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ വിഷയം ഈ 1994 സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ ഭംഗം വരാത്ത രീതിയിൽ വേണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആശയ പ്രചരണവും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില സ്മരണകൾ പങ്കുവെക്കുന്ന സമയത്ത് അത് നമ്മുടെ ചില ആളുകളുടെ എങ്കിലും മനസ്സിൽ ഒരു പകയുടെയോ വിദ്വേഷത്തിന്റെയോ അല്ലെങ്കിൽ വെറുപ്പിന്റെയോ വികാരം ഉണർന്നേക്കാം. അതുകൊണ്ട് അത് വേണ്ട, നമുക്കിതിനെ ഭാവാത്മകമായി സമീപിക്കാം എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ നേരത്തെയൊക്കെ ചെയ്തിരുന്നത് പോലുള്ള പോസ്റ്റുകൾ ഇത്തവണ ചെയ്യാതിരുന്നത്. പക്ഷേ ബൈജു എന്നോട് ഈ കാര്യം സംസാരിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. 28 വർഷം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് 28ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയം, ഒരുപക്ഷെ ആ സംഭവത്തിന്റെ പശ്ചാത്തലം, അതുണ്ടാക്കിയ അനുരണനങ്ങൾ വേണ്ടത്ര അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് എന്തായിരുന്നു സംഭവം, എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഷേധാത്മകതയിലൂടെ അല്ലാതെ ഭാവാത്മകമായ ഒരു ശൈലിയിൽ ഞാൻ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഏതായാലും അന്ന് 1994 ജനുവരി 25 എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അമ്മാവന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഞാൻ എത്ര വയസ്സായിരുന്നു മാഷിന്റെ വയസ്സ് എത്രയായിരുന്നു അന്ന്? അന്ന് എനിക്ക് 29 വയസ്സ് 29 വയസ്സാണ്. 30 വയസ്സ് 64 ഞാൻ ജനിച്ചത്. അപ്പൊ 94 പറയുമ്പോൾ 30 വയസ്സ് പൂർത്തിയാകുന്ന സമയമാണ്. യുവത്വത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് അന്ന് സംഘത്തിന്റെ കണ്ണൂർ ജില്ലയിലെ സഹകാര്യവാഹ് എന്ന ചുമതലയുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യുകയും പ്രവർത്തകരുമായും പ്രവർത്തക വീടുകളുമായും നിരന്തരം ബന്ധപ്പെടുകയും അതൊരു ആവേശമാണ്. ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ സംഘകാര്യങ്ങൾ, സംഘപ്രവർത്തനം വ്യാപിക്കേണ്ടതുണ്ട്, ധാരാളം പ്രവർത്തകന്മാർ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം, നാം ചെയ്യുന്ന പ്രവർത്തനം ആത്മാർത്ഥമായി ശക്തമായി നടത്തേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നല്ല തോതിൽ സംഘടനാ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം നമ്മുടെ നാടിന്റെ സവിശേഷമായ സാഹചര്യം അനുസരിച്ച് ഒരു മാർക്സിസ്റ്റ് സ്വാധീന പ്രദേശമാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം മാർക്സിസ്റ്റ് സ്വാധീന പ്രദേശമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ കുടുംബവും ഒരു മാർക്സിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള, അച്ഛനൊക്കെ അധ്യാപകനായിരുന്നു. അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാർട്ടിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പാർട്ടി കേഡറായിരുന്നു അച്ഛൻ. എൻ്റെ മൂത്ത സഹോദരനും അന്ന് KSYF ആണ്, DYFI ആകുന്നതിന് മുമ്പ് KSYF പഴശ്ശി വില്ലേജ് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നതിലൊക്കെ പാർട്ടിയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളും പ്രീ ഡിഗ്രി കാലം വരെയൊക്കെ SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു സ്വാധീന പ്രദേശത്ത് ജീവിച്ചിരുന്ന ആൾ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും അങ്ങനെയുള്ള ചില സാമൂഹ്യ സമ്മർദ്ദം നമ്മുടെ നേരെ വന്നിരുന്നു. സംഘപ്രവർത്തകനായതിനു ശേഷം പല ഭാഗത്തു നിന്നുമുള്ള ചില സമ്മർദ്ദങ്ങൾ, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാനസികമായി നമ്മൾ പറയാറില്ലേ മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയൊക്കെ നടത്താനുള്ള മനഃപൂർവ്വമായ ശ്രമം നടന്നിരുന്നു. നമ്മുടെ അന്ന് SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകന്മാര് സ്നേഹപൂർണമായ രീതിയിലൊക്കെ സംഘപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കരുത്, അത് പോകരുത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സമ്മർദ്ദം കാര്യമായി നമ്മുടെ നേരെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘപ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന സന്ദർഭമാണ്. അപ്പോൾ നേരത്തെ സ്നേഹത്തോടെയൊക്കെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചിരുന്ന ആളുകൾ അവരുടെ ഭാഷയ്ക്ക് മാറ്റം വരുത്തി തുടങ്ങി, അവരുടെ സമീപനത്തിന് മാറ്റം വരുത്തി തുടങ്ങി. കാണുന്ന സമയത്തുള്ള അവരുടെ ശരീരഭാഷയും അവരുടെ മറ്റു രീതികളുമൊക്കെ ഒരു തരം ശരി നിനക്ക് തരാം, നിനക്ക് വച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള സമീപനങ്ങളായിരുന്നു. പക്ഷെ നമ്മളതൊന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. നാട്ടിൽ ചെറിയ ചെറിയ സംഘർഷമൊക്കെ, പോസ്റ്റർ ഒട്ടിച്ചാൽ അത് ചിന്തുക, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് വേണ്ടി ഉയർത്തിയ പതാകകൾ വലിച്ചു കീറുക, പിന്നെ നമ്മളോട് നേരിട്ടല്ലെങ്കിലും ശാഖയിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറായി വരുന്ന കുട്ടികളെ വഴിയിലൊക്കെ വെച്ച് അവരെ പേടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ആ നിലയ്ക്ക് അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുക എന്ന ശൈലി സ്വീകരിച്ചിരുന്നു. ഏതായാലും ഒരു ശ്രീകൃഷ്ണ ജയന്തി, ആ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം, അതുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് ഉയർത്തിയിരുന്ന പതാകകൾ നശിപ്പിക്കുക, പോസ്റ്ററുകൾ ചീന്തുക, ഇത്തരം കാര്യങ്ങൾ. ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ബന്ദ്, ഒരു ഓഗസ്റ്റ് 8-ാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ സെപ്റ്റംബർ ആണോ, സെപ്റ്റംബർ 8-ാം തീയതി ഒരു ബന്ദ് നടക്കുകയാണ്. അന്ന് പിന്നെ ഹർത്താലല്ല, ബന്ദ് തന്നെയാണ്. അപ്പൊ ബന്ദ് ദിവസം ഞങ്ങളവിടെ നാട്ടില് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പെരിഞ്ചേരി, അതാണ് എൻ്റെ സ്ഥലം, അവിടെ
സംഘപ്രവർത്തകന്മാരെല്ലാം ചേർന്ന് കെട്ടിപ്പൊക്കിയിരുന്ന ഒരു ബസ് ഷെൽട്ടർ അവര് ബന്ദ് ദിവസം അവിടെ ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പഴയ കട പൊളിക്കുമ്പോൾ അതിന്റെ ഭാഗമായിരുന്ന ഒരു സിമെന്റ് തീർത്ത തൂണ്, അതാണ് ഇരിക്കാനുള്ള ബെഞ്ചായിട്ട് ഞങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നത്. അത് കഷ്ണം കഷ്ണമാക്കി പൊട്ടിച്ചെടുത്ത് റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി CPIM-ന്റെ പ്രവർത്തകന്മാർ ചെയ്തു. പകൽ സമയത്ത് തന്നെയാണ് ചെയ്തത്. അപ്പൊ ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന പ്രദേശത്തുണ്ടായിരുന്ന 3-4 സംഘപ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്തു. അത് ചെറിയൊരു കയ്യാങ്കളിയിലേക്കൊക്കെ എത്തി. ആ നേരത്ത് ഈ സംഭവം അറിഞ്ഞ് ഞാൻ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന നേരം 100-150ഓളം മാർക്സിസ്റ്റ് പ്രവർത്തകരുണ്ട്. എല്ലാവരും നേരിട്ട് അറിയുന്നവരാണ്, നാട്ടുകാർ തന്നെയാണ്. ഞാൻ അവരിൽ ഏറ്റവും മുതിർന്ന പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകളുമായി നേരിട്ട് ഈ ഒരു കാര്യം ശരിയായില്ല നിങ്ങൾ ചെയ്തത് എന്ന നിലയ്ക്ക് സംസാരിച്ചു. ആ സംസാരിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇവരെല്ലാം ചേർന്ന്, ഞങ്ങൾ ഒരു 3-4 പേരേ ഉള്ളൂ സംഘപ്രവർത്തകർ, അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്നാണ് പിന്നീട് അത് കഴിഞ്ഞ്, ആ സംഭവം കഴിഞ്ഞ് അതോടുകൂടി പിന്നെ നാട്ടിലൊരു സംഘർഷത്തിന്റെ അന്തരീക്ഷമായി. CPIM-ന്റെ ഒരു പ്രവർത്തകനും ആ കയ്യാങ്കളിയിലും അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങളിലൊക്കെ ആൾക്കും പരിക്ക് പറ്റുന്നു, ഞങ്ങൾക്ക് 3-4 പേർക്ക് പരിക്ക് പറ്റുന്നു. പിന്നീട് പരസ്പരം നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ പിന്നെ കൊലവിളി പ്രസംഗങ്ങൾ തുടങ്ങി. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഉരുവച്ചാൽ എന്ന പ്രദേശത്ത് വന്ന് വലിയ പൊതുയോഗമൊക്കെ നടത്തി. ഞങ്ങൾ വിടില്ല, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും 2-3 മാസത്തിന് ശേഷം 94 ജനുവരിയിൽ, ഈ സംഭവം 93 സെപ്റ്റംബറിലാണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തിന് ശേഷം ജനുവരി 25-ാം തീയതി എന്റെ നേരെ ഈ ഒരു ആക്രമണം നടന്നു. ആക്രമണം എന്ന് പറയുമ്പോൾ വളരെ ആസൂത്രിതമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഞാൻ ബസ് ഇറങ്ങി രാത്രി ഒരു 1:30 മണി നേരമാണ്. ബസ് ഇറങ്ങി അവിടുന്ന് 2 കിലോമീറ്റർ നടന്നു വേണം. അങ്ങനെ നടക്കാൻ തിരിയുമ്പോഴേക്കും എന്നെ ബലമായി എല്ലാം നിമിഷം കൊണ്ട് സംഭവിക്കുകയാണ്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, പുറകിൽ നിന്ന് ബലമായ കൈകൾ കൊണ്ട് എന്നെ പിടിക്കുന്നു, പിന്നെ എന്നെ റോഡിലേക്ക് മറച്ചിടുന്നു, കമിഴ്ത്തി കിടത്തുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ പിന്നെ താഴെ വീഴുന്ന നേരത്ത് നെറ്റിയിൽ താഴെയുള്ള ഒരു കല്ല് നെറ്റി ചെന്നിടിച്ച് നല്ല മുറിവ് നെറ്റിയിലുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു നേരം അവരുടെ ഒരു താണ്ഡവം തന്നെയാണ്. അപ്പോഴേക്കും ആ പ്രദേശത്തുണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ അണഞ്ഞു, കടകളൊക്കെ അടച്ചു. 2 തവണ ബോംബെറിഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്. ആളുകളെ ഓടിക്കാൻ വേണ്ടിയാണ്, എന്റെ നേരെയല്ല. അതൊരു ബസാറാണ്, ഒരു കുറെ അധികം കടകളും ആൾക്കൂട്ടവും ഒക്കെയുള്ള പ്രദേശമാണ്. അവിടെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ഇരുന്ന ആളുകളെയൊക്കെ ഓടിച്ചു, കടകളൊക്കെ അടപ്പിച്ചു. പിന്നെ അവര് നിശ്ചയിച്ച രീതിയിൽ 2 കാലുകളും അവിടെ വെച്ച് തന്നെ വെട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. വെട്ടിയെടുത്ത കാല് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി. ഏതായാലും ഞാൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയാൻ സാധിക്കില്ല. ഇവരെല്ലാം കഴിഞ്ഞ് എല്ലാം പിന്നെ ഓടിപ്പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, പദവിന്യാസം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായിട്ട്. അവർ തമ്മിലൊന്നും സംസാരിക്കുന്നുമില്ല. ഈ ക്രിയ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആക്രോശം മുഴക്കുകയോ അലറി വിളിക്കുകയോ ഒന്നുമില്ല. വളരെ നിശബ്ദമായിട്ട് ഒരു തനി പ്രൊഫഷണൽ സ്റ്റൈലിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആസൂത്രിതമായിരുന്നു ആ സംഭവം എന്നുള്ളത്. അപ്പോ അവർ പോയി എന്ന് ഉറപ്പ് വന്ന ശേഷം ഞാൻ തിരിഞ്ഞു പറഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നെനിക്ക് മനസ്സിലായത്. നോക്കിയപ്പോ പിന്നെ മുട്ടിന് കീഴെ 2 കാല് പാദങ്ങളും കാണാനില്ല. ആ നേരത്ത് ഞാൻ ശരിക്കും വല്ലാത്തൊരു, നമുക്കെല്ലാവർക്കും അതുണ്ടാകുമല്ലോ. ഞാൻ ആ നേരത്ത് പിന്നെ ഇത് കണ്ട സമയത്ത് പിന്നെ വലിയ തോതിൽ ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്താണ്, പിന്നെ എനിക്ക് കൃത്യമായിട്ട് ആ ഒരു നേരത്ത് എന്തുണ്ടായി എന്ന് ഓർത്തെടുക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഇത് കൃത്യമായി ഓർമ്മയുണ്ട്. എഴുന്നേറ്റിരുന്ന് എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റിരുന്ന് നോക്കിയ നേരത്ത് മുട്ടിന് കീഴെ പാദങ്ങൾ കാണാനില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കടകളൊക്കെ അടച്ച് ഇരുട്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പക്ഷെ കടകളൊക്കെ അടച്ചതുകൊണ്ട് മറ്റു വെളിച്ചങ്ങളൊന്നുമില്ല. പിന്നെ റോഡിന്റെ വശം ചേർന്നാണ്, റോഡ് നേരിട്ട് താർ ഏരിയ കഴിഞ്ഞ് ഒരു കടയുടെ മുമ്പിൽ അവിടെ ഒരു കൈനാട്ടി, നമ്മുടെ സ്ഥലം പേര് സൂചിപ്പിക്കുന്ന കൈനാട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ മറവിൽ വെച്ചാണ് അവരിത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വാഹനങ്ങൾ വരുമ്പോ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപ്പൊ ഞാൻ മെല്ലെ നിരങ്ങി റോഡിലേക്ക് നിരങ്ങിയിരുന്ന് വഴിയിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് നേരെ കൈ ഉയർത്തി. 1-2 വാഹനങ്ങൾ മെല്ലെ നിർത്താൻ ശ്രമിച്ചു. പക്ഷെ എന്റെ രൂപം കണ്ടതുകൊണ്ടാണെന്നറിയില്ല, അവര് പെട്ടെന്ന് സ്ഥലം വിടുകയുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്റെ നാട്ടിലുണ്ടായിരുന്ന എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ വന്ന്, അവര് വളരെ ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ്, അദ്ദേഹം വന്ന്. അപ്പൊ എന്നെ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഇന്നാളാണെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പിന്നെ എന്തൊക്കെയോ ആൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും പിന്നെ പോലീസും വന്നു. ഈ സമയം ഒരു 10-15 മിനിറ്റോളം ഈ കാര്യം നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള
റോഡിലേക്ക് നിരങ്ങാനും വാഹനങ്ങൾക്ക് കൈ നീട്ടാനും ഒക്കെ ആയി. ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞ് കാണും പോലീസ് വരാൻ. പോലീസ് വന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. വന്ന സമയത്ത് അവര് ടോർച്ച് അടിച്ച്, ലൈറ്റ് ഇല്ലാത്ത കാരണം ടോർച്ചൊക്കെ അടിച്ചാണ് നോക്കിയതെന്ന് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. നോക്കിയപ്പോൾ മാഷിന്റെ കാല് കണ്ടില്ല, ഒന്ന് കുറച്ചകലെ ഉണ്ടായിരുന്നു, മറ്റേ കാല് കാണാനില്ല. അപ്പൊ ഞങ്ങൾ ടോർച്ച് തെളിച്ച് എല്ലാവരും പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഒരു 15-20 മീറ്റർ അകലെ ഇത് കാണാൻ സാധിച്ചു. പിന്നെ വെട്ടിമാറ്റപ്പെട്ട പാദം അവരൊക്കെ അവിടെ കാണാൻ സാധിച്ചു. അവരതെടുത്ത് രണ്ടും ഒരു സഞ്ചിയിലാക്കി എന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ മെല്ലെ മെല്ലെ ബോധം നഷ്ടപ്പെടുകയാണ്. പിന്നീട് ആശുപത്രി ചികിത്സ ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഭയങ്കര എന്താ പറയാ, കേൾക്കുമ്പോ അതിഭയാനകം. ഇപ്പോഴും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു, എന്താ പറയാ, ഒരാള് ജീവനോടെ ഇരിക്കുന്ന ഒരാള് 2 കാലും ഇല്ലാതെ കാണുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ആലോചിക്കാൻ വയ്യാട്ടോ എന്തൊക്കെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ആ 28 വർഷങ്ങൾക്ക് മുൻപ് ആ സമയത്ത് ഉണ്ടായിരുന്ന കണ്ണൂരും ഇപ്പോഴത്തെ കണ്ണൂരും നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാനത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഈ അന്തരീക്ഷം പൂർണ്ണമായി മാറി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരമായ പ്രചാരണം സംഘത്തിന്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും, സമാധാന യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല രാഷ്ട്രീയ കക്ഷികളും നേരിട്ട് സംഘപ്രവർത്തകര് അല്ലെങ്കിൽ BJP പ്രവർത്തകര് ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിയണം. ആ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും അക്രമ രാഷ്ട്രീയം നമ്മുടെ രീതിയല്ല, അക്രമത്തിന് ഞങ്ങൾ തയ്യാറല്ല, പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നിവൃത്തികേട് എന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത്തരം ഘട്ടങ്ങളിൽ ചില പ്രതിരോധങ്ങൾ, ചില ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, എന്റെ സംഭവം നടന്ന ദിവസം തന്നെ അന്ന് 8:30 മണിക്കാണ് എന്റെ സംഭവം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു രാത്രി അവിടെ ഒരു SFIയുടെ സംസ്ഥാന നേതാവ് കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി. അത് SFI നേതാവിനെ കൊല്ലാൻ വേണ്ടി നേരത്തെ ആസൂത്രണം ചെയ്തുകൊണ്ടൊന്നുമല്ല, എനിക്ക് നേരെ ഉണ്ടായ ഒരു അക്രമത്തിൽ നിന്ന് രോഷം പൂണ്ട നമ്മുടെ പ്രവർത്തകന്മാര് ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക് പെട്ടെന്നുണ്ടായ അതവര് ചെയ്തു. അതും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് സംഭവിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന 2 സംഘ കാര്യകർത്താക്കന്മാരെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. ഒന്ന് കണ്ണൂർ പുത്തുപറമ്പില് അഡ്വക്കേറ്റ് രഞ്ജിത്തിന്റെ ഗുമസ്തനായിരുന്ന ശ്രീ മോഹനേട്ടൻ, അതുപോലെ ഒരു പീഡിക തൊഴിലാളിയായിരുന്ന രാജേട്ടൻ. ഇവർ രണ്ടുപേരും സംഘത്തിന്റെ മുതിർന്ന ചുമതല വഹിക്കുന്ന കാര്യകർത്താക്കളായിരുന്നു. അവരെ വെട്ടിക്കൊന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നീട് കുറെ കാലം നീണ്ടു നിന്നു. സമാധാന യോഗം ഉണ്ടായി. സ്വാഭാവികമായും സമാധാന യോഗത്തിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ സംഘ കാര്യകർത്താക്കളോട് നിങ്ങൾ പിന്നെ ഇനി ഇത്തരം സംഭവങ്ങളിൽ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നില്ല, ഏതായാലും സംഘടനാപരമായി തന്നെ സംഘടനാ യോഗങ്ങളിലൊക്കെ പ്രവർത്തകരെ ആ നിലയ്ക്ക് നമുക്ക് അക്രമ രാഷ്ട്രീയം ഗുണം ചെയ്യുന്നതല്ല, അത് സമൂഹത്തിൽ വളരെ വലിയ മുറിവുകൾ ഏൽപ്പിക്കും, ഭാവി തലമുറയ്ക്കും അതൊരു വലിയ പ്രശ്നമായി മാറും എന്നുള്ള നിലയ്ക്ക് വികാരം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലും നമ്മൾക്ക് നേരിട്ട് നിയന്ത്രിക്കാനും സമാധാനപൂർണമായ വഴിയിലേക്ക് നയിക്കാനും സാധിച്ചിട്ടുണ്ട്. CPIM അങ്ങനെ ആയിരുന്നില്ല. അവര് ഇതിനുശേഷം നമുക്കറിയാം, പന്നിന്നൂർ ചന്ദ്രേട്ടൻ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ വധിച്ചു. ജയകൃഷ്ണൻ മാഷ് കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തി. ഒരുപാട് സംഭവങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നൊരു നയം പിന്നീട് അധികം ഉണ്ടായിട്ടില്ല. കാരണം സമാധാനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന്റെയൊക്കെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ത്യാഗപൂർണമായ സമീപനം മൂലം അക്രമ രാഷ്ട്രീയത്തിന് വലിയ കുറവ് വന്നിട്ടുണ്ട്. മറ്റൊന്ന്, CPIMന്റെ ഭാഗത്ത് തന്നെ അവരുടെ പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിലും ഇതൊന്നും ശരിയല്ലെന്ന് ചിന്തിക്കുന്ന വലിയൊരു കൂട്ടര് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അതുവഴിയുള്ള ഒരു അന്തരീക്ഷത്തിന്റെ മാറ്റം കണ്ണൂരിൽ കാണാൻ സാധിക്കും. നേരത്തെ കോൺഗ്രസിന്റെ കെ സുധാകരൻ അവിടെ ജില്ലാ നേതാവായിരുന്ന, ജില്ലാ DCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇതിനേക്കാൾ രൂക്ഷമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും കൊലിയൊക്കെ നടന്നിരുന്നു. അവര് ഏകപക്ഷീയമായ നിലയ്ക്ക് കോൺഗ്രസ്സുകാർ ആ ഒരു പരിപാടി നിർത്തി. പിന്നെ അവരുമായിട്ട് CPMന് അത്യാവശ്യം പ്രാദേശിക തലത്തിൽ ഗ്രാമങ്ങളിലൊക്കെ സംഘർഷവും സംഘടനവും ഒക്കെ ഉണ്ടായെങ്കിലും വലിയ തോതിലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സംഘത്തെ സംബന്ധിച്ചിടത്തോളവും കണ്ണൂരിൽ സമാധാനമാണ് വേണ്ടത് എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ആ കാര്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ കണ്ണൂരിലെ അന്തരീക്ഷത്തിന് സാരമായ മാറ്റം വന്നിട്ടുണ്ട് പൊതുവിൽ. മറ്റൊന്ന്, സംഘത്തിന്റെ പ്രവർത്തകന്മാര് ഒരുപാട് വിഷമങ്ങൾ, കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ, ധാരാളം പ്രവർത്തകന്മാര് കൂലിപ്പണിക്ക് പോകുന്നവര്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. കുറേയധികം ആളുകൾ തടവറ പോകേണ്ടി വന്നു, ജീവൻ നഷ്ടപ്പെട്ടവർ, പരിക്ക് പറ്റിയ ആളുകൾ, എന്നെ പോലെ മറ്റനേകം ആളുകളുണ്ട്. 2 കാലും നഷ്ടപ്പെട്ട ഞാൻ എത്രമാത്രം അതിന്റെ പേരിൽ ശാരീരിക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഒരുപക്ഷെ അത്ര തന്നെയോ അതിനേക്കാളൊക്കെയോ വിഷമിച്ച് 2 കാലുമുള്ള ആളുകൾ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ചലനശേഷി ഇല്ലാതെ
അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സംഘപ്രവർത്തകരായിട്ട് ധാരാളം പേരുണ്ട്. കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട്, നെട്ടെല്ല് തകർന്നവരുണ്ട്, ചലനശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, പേരിന് കാലും കൈയൊക്കെ ഉണ്ടെങ്കിലും വിരലുകൾ നഷ്ടപ്പെട്ടവർ, അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തവർ, നിരവധി ആളുകളുണ്ട്. അപ്പോ അവരുടെയൊക്കെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ ദുരന്ത സ്മരണകൾ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ആ ദുരന്ത സ്മരണയിൽ നിന്നും തലമുറകളിലേക്ക് ഈ ഒരു പകയും വിദ്വേഷവും പടരാതിരിക്കാനുള്ള കരുതൽ തീർച്ചയായിട്ടും സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ഈ തരം കാര്യങ്ങളിൽ നിന്ന് വഴിതിരിച്ച് നിർമ്മാണാത്മകമായ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായ പരിശ്രമം സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവരെ സേവാ കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് തിരിച്ചുവിടുക, വീടുകളിൽ അമ്മമാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ കുടുംബശ്രീ പോലെ അക്ഷയശ്രീ എന്നൊരു സംവിധാനം കണ്ണൂരിൽ സംഘ വീടുകളിലെ അമ്മമാര് പങ്കെടുക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷങ്ങളിലും രക്ഷാബന്ധൻ നടത്താൻ ആവശ്യമായ രാഖികളൊക്കെ ഇന്ന് നിർമ്മിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ അമ്മമാരാണ്. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ വ്യാവസായിക സംരംഭങ്ങൾ ഇതൊക്കെ കണ്ണൂരിൽ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാര് നേതൃത്വം കൊടുത്ത് നടത്തുന്നുണ്ട്. ഈ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണൂരിൽ നല്ല തരത്തിൽ ഈ സിവിൽ സർവീസ് പരിശീലനം നൽകാനുള്ള സ്ഥാപനം വരെ സംഘത്തിന്റെ ഭാഗത്തുള്ള മുതിർന്ന സംഘ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് സൃഷ്ടിപരമായ തരത്തിലേക്ക് സംഘടനാ ശേഷി വിനിയോഗിക്കാനുള്ള മനഃപൂർവമായ പരിശ്രമം സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ധാരാളം സേവാ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം കാര്യകർത്താക്കന്മാര് സംഘത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും സാമൂഹ്യ പരിവർത്തനം എന്ന തലത്തിലേക്ക് സമാജത്തെ നയിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കണ്ണൂരിലുണ്ട് എന്നതാണ് പൊതുവിലായിട്ട് പറയാൻ സാധിക്കും. മാഷ് പറഞ്ഞ പോലെ തന്നെ ആദ്യകാലങ്ങളിൽ മാഷും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ 2013 അച്ഛൻ ഇവിടെ കർഷക തൊഴിലാളിയുടെ പ്രാദേശിക നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു കയറില്ലാതെ കെട്ടിയിടുക എന്ന രീതിയിലുള്ളത് കൊണ്ട് തന്നെ പുറത്തോട്ട് വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ 2013 അച്ഛന്റെ മരണശേഷമാണ് ഞാൻ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ട് ഇപ്പോ ദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് അതല്ലെങ്കിൽ BJPയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാഷിന്റെ ഈ ഒരു കഥയൊന്നും അതല്ലെങ്കിൽ ഈ ഒരു ചരിത്രമൊന്നും ആർക്കും അറിയില്ല. ഇത് സത്യത്തിൽ ഇത് നടക്കുമ്പോൾ മാഷിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ അതോ അതിന് മുൻപായിരുന്നോ, എങ്ങനെയായിരുന്നു? അതുപോലെ മാഷിന്റെ കുടുംബ ജീവിതം ഇപ്പോ മാഷ് അത് റിക്കവർ ചെയ്ത് മാഷിന്റെ ഈ കാലുകൾക്ക് പകരം എന്താണ് ഇപ്പോ ആ ഒരു അവസ്ഥകളൊക്കെ ഒന്ന് പറയാം മാഷ്. ശരി. ചികിത്സയ്ക്ക് ശേഷം ഒരു 2 മാസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിലേക്ക് വരാതെ നേരെ സംഘ കാര്യാലയത്തില് ആണ് ഞാൻ പിന്നീട് കുറച്ചു കാലം പിന്നെ വിശ്രമം എന്ന് പറയാൻ സാധിക്കില്ല, ചെലവഴിച്ചത്. 2 മാസക്കാലം സംഘത്തിന്റെ എറണാകുളത്തുള്ള സംഘ കാര്യാലയത്തിൽ 2 മാസം അവിടെ കഴിഞ്ഞു. ആ സമയത്ത് പിന്നെ കൃത്രിമ കാല് വെക്കാൻ വേണ്ടി ഉള്ള സംഘത്തിന്റെ കാര്യകർത്താക്കൾ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഞാൻ അതിന് നിന്നു കൊടുക്കുക മാത്രമാണ്, ബാക്കി എല്ലാം ചെയ്തത് സംഘ കാര്യകർത്താക്കളാണ്, സംഘമാണ്. അവിടെ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് സംഘത്തിന്റെ സ്ഥാപനം തന്നെയാണ്. സേവ ഇൻ ആക്ഷൻ എന്ന പേരിൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ ഒരു കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെയുള്ള 2 ജോലിക്കാര് എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന കാര്യാലയത്തിൽ വന്ന് ഈ കൃത്രിമ കാലിന്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞാൻ അവിടെ സംഘത്തിന്റെ തന്നെ വലിയൊരു സ്ഥാപനമുണ്ട്, രാഷ്ട്രോത്ഥാൻ പരിഷത്ത് എന്ന പേരിൽ ഒട്ടനേകം സേവാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന, സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന, സമൂഹത്തിലെ ഒരുപാട് ആളുകൾ, സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വ വിശേഷങ്ങളുള്ള ഒട്ടനേകം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പ്രഭാവം നമുക്ക് ബാംഗ്ലൂർ നഗരത്തിൽ കാണാനും സാധിക്കും സംഘത്തിൻ്റെതായിട്ട്. ആ സ്ഥാപനത്തിലാണ് പിന്നീട് ഞാൻ 1 മാസം 1.5 മാസക്കാലം ഉണ്ടായിരുന്നു. അന്നവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള ധാരാളം സംഘപ്രവർത്തകർ, കുടുംബങ്ങളൊക്കെ എനിക്ക് അവർ തന്ന സ്നേഹത്തിന് അളവില്ല. ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ വികാരം കൊള്ളാറ്. എനിക്ക് നേരെ നടന്ന ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ സമചിത്തതയോടെ എനിക്ക് പറയാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും അതിനുശേഷം സംഘപ്രവർത്തകരുടെ, കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച സ്നേഹത്തിനും പരിചരണത്തിനും പരിരക്ഷയ്ക്കും അളവില്ല എന്ന് തന്നെ പറയാം. അത്രയധികം സ്നേഹം, അതുപോലെ പരിരക്ഷ, ഇതൊക്കെ അവർ തന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള സംഘപ്രവർത്തകരും തദ്ദേശീയരായിട്ടുള്ള കർണാടകക്കാരായിട്ടുള്ള ആളുകളും
അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി എന്റെ കാര്യങ്ങൾ ചെയ്തു തരാനുണ്ടായിരുന്നു. അങ്ങനെ കൃത്രിമ കാല് വെച്ച് ഞാൻ തിരിച്ച് പിന്നീട് അതിനുശേഷമാണ് നാട്ടിലേക്ക്, കണ്ണൂരിൽ പെരിഞ്ചേരിയിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. അതിനുശേഷം വിവാഹത്തെക്കുറിച്ചുള്ള നേരത്തെ ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഞാൻ BEd പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പാനൂര് അണിയാരം എന്ന് പറയുന്ന സ്ഥലത്ത് സംഘ കുടുംബം തന്നെയാണ് അവര്. അവിടെയുള്ള പിന്നെ ആളുമായി നേരത്തെ BEd ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചൊരു പരിചയമുണ്ട്. അപ്പൊ ആ പരിചയം ഒരു അടുപ്പമായി വളർന്നു. ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്ന് വെച്ചാൽ അതൊരു അടുപ്പമായി വളർന്നു. ഞങ്ങൾ തമ്മിൽ ജീവിതം പങ്കിടാനുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഈ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ ആരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അത്ഭുതകരമായ തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം. ഏത് തരത്തിലായാലും എനിക്കതൊരു വിഷയമല്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ട് എന്ന നിലപാട് തന്നെ അവർ സ്വീകരിച്ചു. അപ്പോൾ ഞാൻ ചികിത്സ കഴിഞ്ഞു വന്ന് തൊട്ടടുത്ത വർഷം ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നു. വിവാഹത്തിന് ഒരുപാട് പേരുടെ ആശീർവാദം ഉണ്ടായിരുന്നു. നേരിട്ട് സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ എല്ലാവരും സാക്ഷികളായിരുന്നു. നാട്ടുകാര് സ്നേഹപൂർണമായി ഒരുപാട് പേര്, ആയിരക്കണക്കിന് എന്ന് തന്നെ പറയാം, ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിലെ ശക്തി എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ന് എൻ്റെ കുടുംബം തന്നെയാണ്. സംഘടന കഴിഞ്ഞാൽ എൻ്റെ ധർമ്മപത്നി അവർ നൽകുന്ന മാനസികമായ പിന്തുണ, അതും ഞാൻ പറഞ്ഞില്ലേ, അനിർവചനീയമാണ് എന്ന് തന്നെ പറയാം. ഏത് തരത്തിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കരുതലെടുക്കാനും, ഒരു ആദ്യകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ് 95 കല്യാണം. ഇതുവരെ ആദ്യം കുറച്ചു കാലമൊക്കെ അവരെന്റെ കൂടെ തന്നെ വരും. എപ്പോഴും പരിപാടികൾക്ക് പോകുന്ന സമയത്ത് സംഘപ്രവർത്തകരുണ്ടാവും. പക്ഷെ എന്നാലും അവർക്കൊരു തൃപ്തി വരാൻ അവരും എന്റെ കൂടെ കൂടും. പക്ഷെ ഇപ്പൊ അങ്ങനെ ആവശ്യമില്ല. എനിക്ക് സ്വന്തമായി യാത്ര ചെയ്യാനും സംഘപരിപാടികൾക്കും BJP പാർട്ടി പരിപാടികൾക്കൊക്കെ പോകാൻ യാതൊരു തടസ്സവുമില്ല. അപ്പൊ മാനസികമായ പിന്തുണ നല്ല തോതിൽ ഉണ്ട് അവരുടെ ഭാഗത്ത് നിന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു മകളാണ്. ഞാൻ മകളെ കുറിച്ച് പൊതുവെ പറയാറ് ദൈവത്തിന്റെ സമ്മാനം എന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് പറയാറ്. എല്ലാ തരത്തിലും അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അവർ മോള് തരുന്ന സ്നേഹം, പിന്തുണ, അവള് പഠനകാലത്തൊക്കെ പ്രകടിപ്പിച്ച ഒരു പ്രാഗൽഭ്യം, എല്ലാ ക്ലാസ്സിലും 1ാം സ്ഥാനക്കാരിയായിരുന്നു. ഇപ്പൊ ബിടെക് അവള് തന്നെയാണ് തിരഞ്ഞെടുത്തത്, ബിടെക് പഠിക്കാനുള്ള വിഷയം. ബിടെക്കില് അവര് യൂണിവേഴ്സിറ്റിയില് 1ാം റാങ്ക് കരസ്ഥമാക്കിയ എന്റെ മോള്. ആ നിലയ്ക്ക് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. അവരുടെ കലവറയില്ലാത്ത പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലും ഞാൻ ഭാഗ്യവാനാണ്. സംഘത്തിന്റെ BJPയുടെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുമുള്ള പരിപൂർണമായ സഹായവും പിന്തുണയും എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ചില യോഗങ്ങളിൽ എന്നെ മാർക്സിസ്റ്റ് അക്രമത്തിന്റെ ഇരയാണ് സദാനന്ദ മാഷ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ തിരുത്താറുണ്ട്. ഒരു ഇര എന്നുള്ള നിലയ്ക്ക് ഒരു സഹതാപപൂർണമായ ഒരു സമീപനം എന്നോട് ആരും കാണിക്കരുത്. ഞാനൊരു ഇരയല്ല, മറിച്ച് ഈ പറയുന്ന മാർക്സിയൻ ഭീകരവാദത്തിനെതിരെ പടപൊരുതുന്ന ഒരു വാരിയർ, ഒരു പടയാളിയാണ് ഞാൻ എന്ന് ഞാൻ സ്വയം പറയാറുണ്ട്. അപ്പൊ ആ ഒരു ഇര പരിവേഷത്തിനപ്പുറത്ത് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പേര് ജീവത്യാഗം നൽകി, രക്തം നൽകി, ജീവിതം നൽകി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പടപൊരുതുന്ന ഒരു മുന്നണി പോരാളി എന്ന നിലക്കാണ് എന്നെ കാണേണ്ടത് എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ് എൻ്റെ മാനസികാവസ്ഥ തീർച്ചയായും. പിന്നെ പക്ഷെ ഞാനൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞത് തന്നെ നമുക്ക് അറിയാലോ. നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വളരെ, പ്രത്യേകിച്ച് മാഷിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് വളരെ കുറവാണ് ഈ വിഷയത്തിൽ. നമ്മളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ആ ഒരു വധം, അല്ലെങ്കിൽ മാഷിന്റെ തന്നെ ഇത്തരത്തിലുള്ള അക്രമം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഇതൊക്കെയായിരുന്നു, അതോ ശരിക്കും ഒരു BJP ആർഎസ്എസ്കാരനെ CPM ആക്രമിക്കുക, അങ്ങനെയുള്ള ഒരു അതിക്രമം ഉണ്ടാവുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിയായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ വധം, ആ കാലഘട്ടം മുതൽ അതെങ്ങനെയാ അതിന്റെ ഒരു കമ്പാരിസൺ? ആ കാലഘട്ടം മുതൽ അങ്ങനെ തന്നെയാണോ, അതോ എങ്ങനെയായിരുന്നു കമ്പാരിസൺ? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ സത്യത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതില് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചു. നമ്മുടെയൊക്കെ മനസ്സിൽ അത് നല്ലൊരു തീരുമാനമായി. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ദേശീയ തലത്തിൽ പാർട്ടി രാജ്യം ഭരിക്കുന്നു. അപ്പോൾ നമ്മളെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന എന്താണ്? അസഹിഷ്ണുക്കളാണ്, ജനാധിപത്യ വിരുദ്ധന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ എന്തെല്ലാം
നിഷേധാത്മകമായ പദങ്ങൾ ഉപയോഗിക്കാമോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കൂട്ടർ ഈ നാടിന് ചേർന്നതല്ല എന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിതമായ പരിശ്രമം, അത് വിലപ്പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഒരു പ്രചരണം നടക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് കേന്ദ്ര സർക്കാരിന്റെ പത്മഭൂഷൺ ബഹുമതി നൽകുന്നത്. ആ ബഹുമതി പ്രഖ്യാപിക്കാനുള്ള വിശാല മനസ്കതയും സഹിഷ്ണുതാ മനോഭാവവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ പ്രകടിപ്പിച്ച ആ സാഹചര്യത്തോട് എങ്ങനെയാണ് CPIM പ്രതികരിച്ചത്? ബുദ്ധദേവ് എനിക്ക് അവാർഡ് വേണ്ട, അത് നിരസിക്കുകയാണ്. നിരസിച്ച കാര്യം ബുദ്ധദേവ് മാത്രമല്ല പറയുന്നത്, സീതാറാം യെച്ചൂരി തന്നെ നേരിട്ട് പറയാണ് BJP സർക്കാർ തരുന്ന ഈ അവാർഡ് വേണ്ട എന്ന് പറയാണ്. എത്ര സങ്കുചിതമാണ് അവരുടെ ചിന്ത എന്ന് നോക്കൂ. ഈ സങ്കുചിതത്വം അവരുടെ ജാതകവശാൽ തന്നെ ഉള്ളതാണ്. മാർക്സിയൻ ദർശനത്തിന്റെ അടിസ്ഥാന വീക്ഷണം എന്ന് പറയുന്നത് എന്താ പറയാ, വിദ്വേഷമാണ് മനുഷ്യന്റെ അടിസ്ഥാന വികാരം. CPM-ന്റെ ആളുകളോട് നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങളെ നയിക്കുന്ന വികാരം വിദ്വേഷമാണ്, വെറുപ്പാണ് മനുഷ്യന്റെ അടിസ്ഥാന വികാരം. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് വീട്ടില് അച്ഛനും അമ്മയും അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് അച്ഛനോട് അമ്മയോട് തോന്നുന്ന വിദ്വേഷം, വെറുപ്പ്. വിദ്യാലയത്തിൽ ചെന്നാൽ പഠിക്കാത്തതിന് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അധ്യാപകനോട് തോന്നുന്ന വിദ്വേഷം, അയൽപക്കക്കാർ തമ്മിൽ ഉരുത്തിൽ, അതൊക്കെ മനുഷ്യ സഹജമാണെന്നാണ് അവരുടെ വ്യാഖ്യാനം. വിദ്വേഷാത്മകമാണ് മനുഷ്യ വികാരം എന്നതാണ്, അല്ലെങ്കിൽ അടിസ്ഥാന വികാരം വിദ്വേഷമാണ്. നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. ഭാരതീയമായ സംസ്കാരം അനുസരിച്ച് വിദ്വേഷമല്ല, സമഭാവനയാണ് അല്ലെങ്കിൽ സഹവർത്തിത്വമാണ് നമ്മുടെ ഭാവം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ച്, മാർക്സിയൻ ദർശനത്തിന്റെ വക്താക്കളെ സംബന്ധിച്ച് വിദ്വേഷവും വെറുപ്പുമാണ് അവരുടെ അടിസ്ഥാന വികാരം. അതിൽ നിന്നാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ ഉരുത്തിരിച്ചു വരുന്നത്. അവിടെയാണ് വർഗ സംഘടനത്തിന്റെ ആശയം പുഷ്പിക്കുന്നത്. ഈ വർഗ സംഘടനം എന്നൊക്കെ നമുക്ക് അടിസ്ഥാനപരമായി തന്നെ സംഘടനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വർഗ സംഘടനം, വർഗ സംഘർഷം, ക്ലാസ് വാർ, ഇതൊക്കെയാണ് അവര് പഠിപ്പിക്കുന്നത്. കൊച്ചു കുട്ടികളെ പോലും മുദ്രാവാക്യം വിളിയിലൂടെയൊക്കെ വ്യക്തിപരമായി തന്നെ, എന്റെ നാട്ടും പുറത്തൊക്കെ എനിക്കറിയാം ബാലസംഘം എന്ന് പറയുന്ന ഏർപ്പാട്, കുറെ കാലം ഞാൻ അതിൽ പോയിരുന്നു. ആ ബാലസംഘത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാ ആഴ്ചയിലും ഒരു മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്ന ഒരു പരിശീലനം കൊടുക്കുക. അത് പരിശീലനം തന്നെയാണ്. ആ പരിശീലനത്തില് ഏറ്റവും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ എല്ലാവരും പറയാ, സാധാരണ നമ്മളെ കുറിച്ച് വെറുപ്പിന്റെ ആശയം പ്രചരിപ്പിക്കുന്നവരാണ് സംഘപരിവാർ, വെറുപ്പാണ് അവരുടെ. സത്യത്തിൽ അങ്ങനെ അല്ല, അവരാണ് വെറുപ്പിന്റെ ആശയം പ്രചരിപ്പിക്കുന്നത്. ഈ വെറുപ്പിന്റെ ആശയം ജാതകവശാൽ തന്നെ ആവിഷ്കരിക്കുന്ന പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ കോളേജിലൊക്കെ SFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് SFIയുടെ പ്രവർത്തനം എന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. പക്ഷെ ഞാനത് ഇപ്പോഴതങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ച് മനസ്ഥിതി മാറി വരുമ്പോൾ വീണ്ടും നമ്മൾ പഴയത് കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ മറ്റുള്ളവരോട് സഹിഷ്ണുത പ്രകടിപ്പിക്കാൻ, അവരുമായി സമരസപ്പെടാനുള്ള ഒരു മനോഭാവമേ അല്ല മാർക്സിയൻ സംഘടനാ രീതി അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മാർക്സിസ്റ്റ് സ്വാധീന പ്രദേശത്ത് മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു കൊടി ഉയർത്തിയാൽ, വിരുദ്ധമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുക, അത് അവരുടെ ഒരു ശൈലിയാണ്. ആ അസഹിഷ്ണുത വളർന്നു വളർന്ന് സംഘർഷത്തിലേക്ക് എത്തുക, പിന്നീട് സംഘട്ടനം നടക്കുക, ഏകപക്ഷീയമായ ആക്രമണം നടക്കുക, ചിലയിടങ്ങളിലെങ്കിലും അതിന്റെ പ്രതിരോധം ഉണ്ടാവുക, ചോരപ്പുഴകൾ ഒഴുകുക, ഇതൊക്കെ ആരംഭകാലം തൊട്ടേ ഉണ്ട്. വാടിക്കൽ രാമകൃഷ്ണനെ കുറിച്ച് ശ്രീ പ്രദീപ് സൂചിപ്പിച്ചു. അദ്ദേഹം ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു. ഈ ആടിക്കൽ രാമകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അധികം ആരും അറിയാത്തൊരു കാര്യം എനിക്ക് ഇവിടെ പറയാൻ സാധിക്കും. അതായത് പിണറായി പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബീജാവാപം ചെയ്തത്. നമുക്കറിയാം 1931. ആ പിണറായിയിൽ തന്നെ 1965, അതായത് രാമകൃഷ്ണേട്ടൻ കൊല്ലപ്പെടുന്നതിന് ഒരു 3-4 വർഷം മുമ്പ് സംഘപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം അന്ന് സംഘത്തിന്റെ പ്രാദേശിക പ്രവർത്തനം സംഘടിപ്പിച്ചിരുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി തലശ്ശേരി വാടിക്കൽ, പിണറായിയും തലശ്ശേരി അടുത്തടുത്ത പ്രദേശങ്ങളാണ്. വാടിക്കൽ രാമകൃഷ്ണേട്ടൻ ചിലപ്പോഴൊക്കെ അവിടേക്ക് പോകാറുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ പിണറായി പ്രദേശത്തെ സംഘപ്രവർത്തനം സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിരുന്ന ഒരാള്. അദ്ദേഹം തലശ്ശേരി പട്ടണത്തിൽ തന്നെ വാടിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു കടയിൽ തയ്യൽ തൊഴിലാളിയാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ആ ഒരു വിരോധം രാമകൃഷ്ണേട്ടനോട് നേരത്തെ ഉണ്ടായിരുന്നു, പിണറായിയിൽ പോയി സംഘപ്രവർത്തനം നടത്തുന്നു എന്നത്. അപ്പൊ അങ്ങനെയുള്ള രാമകൃഷ്ണേട്ടനെ അവർ ലക്ഷ്യം വെക്കുകയാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് 16 വയസ്സോ മറ്റോ ആയിട്ടുള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ, SFIയുടെ നേതാവ്. പിണറായി വിജയൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയോ അതോ ഏരിയ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ.
അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ ഒരു 10-40 മാർക്സിസ്റ്റുകാർ ചേർന്ന് ഒരു പ്രകടനം നടത്തുകയാണ്. പ്രകടനം രാമകൃഷ്ണേട്ടന്റെ കടയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ പ്രകടനത്തിൽ നിന്ന് രാമകൃഷ്ണേട്ടന്റെ കടയുടെ നേരെ ആക്രമണം ഉണ്ടാവുന്നു, രാമകൃഷ്ണേട്ടന്റെ നേരെ ആക്രമണം ഉണ്ടാവുന്നു, വളരെ മാരകമായി വെട്ടിപ്പരിക്കുക. അദ്ദേഹത്തോടൊപ്പം അന്നുണ്ടായിരുന്ന ചില ആളുകളുടെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടുമല്ല. കല്ലുവെട്ട് മഴ കൊണ്ടാണ് രാമകൃഷ്ണേട്ടനെ വെട്ടിയത് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസം അദ്ദേഹം ആശുപത്രി കിടന്നതിന് ശേഷമാണ് മരണപ്പെടുന്നത്. അപ്പൊ അത് തികച്ചും ആസൂത്രിതമാണ്. 40 പേര് ചേർന്ന് ഒരു പ്രകടനം നടത്തുക, ആ പ്രകടനം അക്രമാസക്തമാവുക, രാമകൃഷ്ണേട്ടനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആ കടയുടെ മുന്നിലൂടെ പ്രകടനം കടന്നു പോവുക. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണ്. ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബുദ്ധിയിൽ ഉദിച്ചത് തന്നെയാണ് ആ അക്രമ സംഭവം എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അദ്ദേഹം ആ കേസിൽ പ്രതിയായി. പക്ഷേ നമുക്കറിയാലോ, കോടതിയിലെ വ്യവഹാരങ്ങളൊക്കെ നമുക്കറിയാം, വാദപ്രതിവാദങ്ങളും. അന്ന് EMS മന്ത്രിസഭയാണ് ഉള്ളത്. അതൊക്കെ ആ സാഹചര്യത്തിന്റെ ഒക്കെ ഫലമായിട്ട് കേസ് പിണറായി വിജയനൊക്കെ രക്ഷപ്പെടുകയാണ്. കേസ് വിടുകയാണ്, കേസ് ശിക്ഷിച്ചിട്ടൊന്നുമില്ല. അവിടെ തീരുന്നില്ല. അതിനുശേഷം അപ്പോഴും സംഘത്തിനൊരു ഞെട്ടലാണ്, ഇതെന്താണ് സംഭവിച്ചത്, നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് കരിമ്പിൽ സതീശൻ എന്ന് പറയുന്ന തലായി കടപ്പുറത്ത് മത്സ്യബന്ധന തൊഴിലേർപ്പെട്ട സതീശേട്ടൻ കൊല്ലപ്പെടുന്നു. അതിൽ കോടിയേരി ബാലകൃഷ്ണൻ അതിൽ പ്രതിയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിന് അദ്ദേഹം ഈ കേസിൽ പ്രതിയാവാതിരുന്നത് പ്രായപൂർത്തിയായില്ല എന്നൊരൊറ്റ ആനുകൂല്യം കൊണ്ട് മാത്രമാണ്. ഈ വാടിക്കൽ രാമകൃഷ്ണേട്ടന്റെ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയാവാതിരുന്നത് ഈ ഒരു ആനുകൂല്യം കൊണ്ടാണ്. പക്ഷെ പിന്നീട് സതീശേട്ടൻ കൊല്ലപ്പെടുമ്പോഴേക്കും ഇദ്ദേഹത്തിന് പ്രായപൂർത്തിയായി, ഇദ്ദേഹം അതിൽ പ്രതിയായി. പിന്നീട് അടുത്തടുത്തായിട്ട് 4-5 പ്രവർത്തകന്മാര്, പന്ന്യന്നൂരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, ഇല്ലത്തുതാഴ എന്ന് പറയുന്ന തലശ്ശേരി നഗരത്തോട് ചേർന്ന ഒരു പ്രദേശത്ത് ഒരാൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ 3-4 സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സംഘത്തിന് ഇവരുടെ മനസ്ഥിതി മനസ്സിലായത്, മനഃശാസ്ത്രം മനസ്സിലായത്. ഇത് ആസൂത്രിതമായി സംഘം, അന്ന് ആ കാലത്ത് സംഘപ്രവർത്തനം വ്യാപിച്ചു വരുന്നൊരു സമയം കൂടിയാണ്. അപ്പൊ ഈ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലൂടെ സംഘപ്രവർത്തനത്തെ മുളയിലെ നുള്ളുക, അതായിരുന്നു അവരുടെ ശൈലി. അപ്പൊ അതിന് എന്തായാലും വശംവദരാകാൻ നമുക്ക് കഴിയില്ല, പ്രതിരോധിക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സംഘത്തിന്റെ കാര്യകർത്താക്കന്മാർ ചിന്തിച്ചത്. ചില പ്രതിരോധങ്ങൾ ഉണ്ടായി, ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി. പിന്നീടാണ് അതൊരു പരമ്പരയായി അങ്ങനെ വളർന്നു വികസിച്ചു വന്നത്. 80കളിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. 80 കാലങ്ങൾ എന്ന് പറയുമ്പോൾ 1975 അടിയന്തരാവസ്ഥയ്ക്ക് സംഘത്തിന്റെ ഉജ്ജ്വലമായ സമരങ്ങൾ, ജനസംഘത്തിന്റെ മാരാർജിയുടെയൊക്കെ നേതൃത്വത്തിൽ കണ്ണൂരിൽ അരങ്ങേറിയ സംഭവങ്ങൾ, ഇതൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. ഒരു വിപ്ലവ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ യുവജന പ്രസ്ഥാനമൊക്കെ കലാമേളകളും കായികമേളകളും ഒക്കെ നടത്തി അണികളെ പിടിച്ചു നിർത്തുമ്പോൾ അടിയന്തരാവസ്ഥ എന്ന ഭീകര ആ അവസ്ഥക്കെതിരെ ഉജ്ജ്വലമായ സമരം നടത്തിയത് RSS ആണ് എന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാർ നിരവധി പേര് സംഘപ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ജനതാ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആ കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സംഘശാഖകൾ ആരംഭിച്ചു. ആ ശാഖകൾ ആരംഭിച്ച സാഹചര്യം CPIM-നെ സംബന്ധിച്ച് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതിന്റെ പ്രതിഫലനമായിട്ടാണ് 1980 ശേഷം, അന്ന് MV രാഘവനാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി. MV രാഘവന്റെ നേതൃത്വത്തിൽ പിന്നീട് 80 മുതൽ ഒരു 3-4 വർഷക്കാലം നിരന്തരമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. തലശ്ശേരി, കുത്തുറമ്പ്, പാനൂർ ഭാഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പത്രങ്ങളൊക്കെ അന്ന് സ്കോർ ബോർഡ് പോലെയാണ് മരണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സമയത്ത് ഞാൻ സംഘത്തിൽ എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ 84-ലാണ് സംഘത്തിലേക്ക് വരുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ SFI-കാരനാണ്. എനിക്കത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ 84 ആകുമ്പോഴേക്കും ഞാൻ ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് സംഘത്തിലേക്ക് വന്നത്. അപ്പോഴേക്കും പിന്നെ ഏതാണ്ട് സമാധാനമായി. ഒരു 3-4 വർഷം തുടർച്ചയായ സംഘർഷം, പിന്നീട് സമാധാന കാലഘട്ടമായി. പക്ഷെ പിന്നീട് വീണ്ടും ഒരു 90കളുടെ ആരംഭത്തിൽ വീണ്ടും സംഘർഷം ഉണ്ടായി. അതിങ്ങനെ പടർന്ന് വരികയായിരുന്നു. അപ്പോ ഇതാണ് അവരുടെ ഒരു രീതി. അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ജാതകവശാൽ എന്ന് തന്നെ ഞാൻ പറയും, അവർക്ക് ഈ മറ്റുള്ളവരെ സഹിക്കുക എന്നുള്ളത് അത്ര എളുപ്പം കഴിയുന്നതല്ല. പക്ഷെ വലിയ വലിയ ആശയങ്ങൾ അവർ പറയും, സഹിഷ്ണുതയെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്. അതാണ് എന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. വലിയ മാനവികതയെക്കുറിച്ചൊക്കെ അവർ പ്രസംഗിക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എന്തിനു അധികം പറയുന്നു, പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്ക് തീവച്ച സംഭവം വരെ മിണ്ടാപ്രാണികളായിട്ടുള്ള ആളുകളോട് കാണിച്ച ക്രൂരത. ഈ അടുത്ത ദിവസം തന്നെ നമുക്കറിയാം, മട്ടന്നൂരിൽ 1971 ഒരു KSRTC ബസ് തീവച്ച് 4 പേരെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. അത് CPI-യുമായിട്ടുള്ള അവരുടെ ആശയ വ്യത്യാസത്തിന്റെ പേരിലാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ വരുത്തിയ ചില പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവാത്തതിന്റെ പേരിൽ വലിയ സമരത്തിന് ആഹ്വാനം നടത്തി. ആ സമരത്തിന്റെ ഭാഗമായി
ബസ്സുകൾ തടയാൻ തുടങ്ങി. മട്ടന്നൂരിൽ ചാവശ്ശേരിക്കടുത്ത് ഒരു KSRTC ബസ് 971 ഈ കഴിഞ്ഞ ദിവസമാണ്, ഞാൻ അതിന്റെ ഒരു ഓർമ്മ ദിവസം ഒരു കുറിപ്പിട്ടിരുന്നു ഫേസ്ബുക്കില്. ഒരു ബാക്കില് പിറകിൽ മാത്രം ഡോറുള്ള ഒരു ബസ്, നിറയെ യാത്രക്കാർ, എന്നിട്ട് ഈ അക്രമികൾ കയറി ബസ്സിനുള്ളിൽ വെച്ച് തീയിടുന്നു. രണ്ടുപേർ അതിന്റെ ഉള്ളിൽ തന്നെ തീപ്പന്തങ്ങളായി മാറുന്നു. ബാക്കി 2 പേർ 16ഓളം പേരേറ്റ് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഈ ക്രൂരത ഒരിക്കലും മറക്കരുത് എന്നുള്ളത്. കാരണം ബസ്സുകൾ എന്നാൽ ഇന്നിപ്പോ സമരം ചെയ്യുമ്പോൾ സാധാരണ ബസ്സുകൾക്കെതിരെ കല്ലെറിയുക, നശിപ്പിക്കുക എന്നൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ യാത്രക്കാർ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു ബസ്സിന് തീ വെക്കുക എന്ന സംഭവം ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്ന് മാത്രം തന്നെ. മാത്രമല്ല ബൈജു, ഞാൻ ആ ഒരു സംഭവത്തിന്റെ ഇപ്പൊ അധികമാരും അറിയാത്തതോ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ വരാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൃക്സാക്ഷികൾ പറഞ്ഞതാണ്. അതായത് രാത്രിയാണ്, ഒരു 7:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനു മുമ്പ് അവർ എന്ത് ചെയ്തു എന്നറിയോ? സാധാരണ ബസ് സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോ 19-ാം മൈൽ എന്നാണ് ആ ബസ് സ്റ്റോപ്പിന്റെ പേര്. അവിടെ കുറച്ചകലെ, ബസ് സ്റ്റോപ്പിന് കുറച്ചകലെയായിട്ട് വൈക്കോല്, ഉണക്കപ്പുല്ല് നിരത്ത് വിരിച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിച്ചു വെച്ചു. ഉണക്കപ്പുല്ല് വിരിച്ച് അതിന്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിച്ച് അങ്ങനെ പദം വരുത്തി അവിടെ വെച്ചു. ബസ് വരുമ്പോ ഈ സ്ഥലത്ത് ബസ് നിർത്താവുന്ന രീതിയിൽ അവർ അത് ക്രമീകരണം നടത്തി. ബസ് വന്ന് നേരെ ഈ റോഡിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ഉണക്കപ്പുല്ലിന്റെ മുകളിൽ ബസ് വന്ന് നിർത്തണം, അതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ പറഞ്ഞതുപോലെ 30-30ലധികം യാത്രക്കാരെ ബസ്സിലുണ്ടായിരുന്നു. ഒറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് അങ്ങോട്ട് നീട്ടി നിർത്തിയതിനു ശേഷമാണ് പിന്നീട് അവരുടെ ഭീകര താണ്ഡവം ഉണ്ടായത്. ഈ വിരിച്ചുവെച്ച പുല്ലിൽ, മണ്ണെണ്ണ ഒഴിച്ച് വിരിച്ചുവെച്ച പുല്ലിന് തീ കൊടുത്തു. ബസ്സിനുള്ളിലേക്കും പെട്രോൾ നിറച്ച കുപ്പികളൊക്കെ എറിഞ്ഞു തീ കൊടുത്തു. ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി തിരക്കി ഓടി. ഒരു 16 അല്ല, ഏതാണ്ട് 10-30ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു എന്നാണ് പറയുന്നത്. 4 പേരാണ്. ഒരാൾ അവിടെ തന്നെ ബസ്സിനുള്ളിൽ തന്നെ കത്തിക്കരിഞ്ഞ് ഒരാൾ അവിടെ തന്നെ മരിച്ചു. ബാക്കിയുള്ളവരൊക്കെ റോഡിലൊക്കെ തീ മരിച്ചു. ഒരാൾ കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് മരിച്ചത്. അപ്പൊ ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ഒരു പ്രത്യേക മനസ്സിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ പത്മശ്രീ അവാർഡ് നിഷേധിക്കുന്നത് മുതലുള്ള അവരുടെ മാനസികാവസ്ഥ പഠന വിധേയമാക്കിയാൽ എങ്ങനെയാണ് പ്രതിയോഗികളുടെ അവർ പെരുമാറുന്നത്. അത് സ്വന്തം ആശയം വെച്ച് പുലർത്തുന്ന CPI എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു രൂപമാണല്ലോ. അവരോട് പോലും സഹിക്കാനും പൊറുക്കാനും ഇവർ തയ്യാറാകുന്നില്ല. അപ്പൊ CPIയുടെ ഒരു രക്തസാക്ഷി ഉണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ, മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്. CPIയുടെ സമ്മേളനം നടക്കുമ്പോൾ കൊടിമര ജാഥക്ക് നേതൃത്വം കൊടുത്ത ദാമോദരൻ എന്നു പേരുള്ള ഒരു CPI പ്രവർത്തകനെ മുഴക്കുന്നിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്നത്തെ അവരുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ ഭാരവാഹി എന്തുവാണ്. ഇപ്പോഴും CPIയുടെ മുഴക്കുന്നിലെ ഓഫീസിന്റെ മുമ്പിൽ ദാമോദരന്റെ സ്മാരക സ്തൂപമുണ്ട്. കൊലപ്പെടുത്തിയത് ആരാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഏതായാലും ഈ തരത്തിലാണ് അവിടുത്തെ അവസ്ഥ. എല്ലാവരായിട്ടും അവർ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ കൊന്നിട്ടുണ്ട്, മുസ്ലിം ലീഗുകാരെ കൊന്നിട്ടുണ്ട്, CMP-കാരോട് അക്രമം നടത്തിയിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട്, CPIയുടെ നേരെ കുതിര കയറിയിട്ടുണ്ട്. എല്ലാ വിഭാഗക്കാരുമായിട്ടും. ഇനി ഒരു വിഭാഗവും ഇല്ലെങ്കിലും അവരോട് ഒത്തുപോകാൻ തയ്യാറല്ലാത്ത ആളുകളോട് പോലും അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഏതായാലും മാറ്റം വരുന്നുണ്ട്, അത് നമുക്ക് പറയാൻ സാധിക്കും ഈ സാഹചര്യം. എന്തായാലും മാഷെ, നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ വീട്ടിലേക്ക് 2 കിലോമീറ്റർ നടന്നു വേണം പോകാൻ. അന്ന് പിന്നെ നടന്നാണ് ഞാൻ പോവുക. നടന്നു പോകാൻ അങ്ങനെ ബസ് ഇറങ്ങി തിരിയുന്ന വഴിക്കും എന്റെ പുറകിൽ നിന്ന് ബലമായി പിടിച്ച് റോഡിൽ കിടത്തുകയും കാല് വെട്ടി മുറിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ക്രൂരതയുടെ ഏറ്റവും ഉയർന്ന തലം അവിടെയാണ്. मैं देशवासियों को कहना चाहता हूं, ये कैसे लोग हैं? ये सदानंद जी मास्टर, उनका कोई गुनाह नहीं था, वो भारत माता की जय बोलते थे। उनका एक ही गुनाह था, वो देश के गरीबों के लिए अच्छे रास्ते पर चलना चाहते थे। और जब उन्होंने अपने विचारों के अनुसार काम करना शुरू किया तो इन कम्युनिस्ट पार्टी ने उनके दोनों पैर काट दिए। आज वो आर्टिफिशियल पैर लगा करके आज भी हिम्मत के साथ सेवा भाव से केरल की जनता की सेवा कर रहे हैं। നമുക്കറിയാം. ഞാൻ ഈ ഇപ്പൊ കാണിച്ച വീഡിയോ, ആ ഒരു സംഭവത്തെ കുറിച്ച് ഒരു ചെറിയ സമയത്ത് എനിക്ക് ചിലത് പറഞ്ഞൂടെ?
പറയാം സമയം ഇഷ്ടം പോലെ ഉണ്ട്. അതായത് 2016 തെരഞ്ഞെടുപ്പ് ഞാൻ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന് സംഘടനയുടെ ഭാഗത്ത് നിർദ്ദേശം വന്നപ്പോൾ ആദ്യമൊക്കെ ഞാനൊന്ന് മടിച്ചു. കാരണം സംഘ ചുമതല വഹിക്കുന്ന ആളാണ്, അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയത്തോട് തീർച്ചയായിട്ടും ആഭിമുഖ്യമുണ്ട്, കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടൊക്കെ ആഭിമുഖ്യമുണ്ട്. പക്ഷെ ആ സമയത്താണ് മത്സരിക്കാനുള്ള നിർദ്ദേശം സംഘത്തിന്റെയും BJPയുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് പ്രവർത്തകരുടെ കൂടി വികാരമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് സ്വീകരിച്ചത്. ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിയായി കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് കാസർഗോഡ് മോദിജിയുടെ പരിപാടി നിശ്ചയിക്കുന്നത്. അപ്പൊ അന്നത്തെ പരിപാടി കാസർഗോഡ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ആ യോഗത്തിനുണ്ടാകണം എന്നതാണ് പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ഒരു 3-4 ദിവസം മുമ്പ് മോദിജിയുടെ ഓഫീസിൽ നിന്ന്, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം വന്നു, കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്ന്. കാരണം അദ്ദേഹം സംഘടനാപരമായ മാർഗത്തിലൂടെയൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഇന്നയാള് മത്സരിക്കും എന്നുള്ളത്. അപ്പൊ അതൊരു വലിയ പരിഗണനയായിട്ട് ഞാൻ ഇപ്പോഴും കണക്കെടുക്കുകയാണ്. കാരണം കാസർഗോഡ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി പ്രത്യേകം ക്ഷണിക്കപ്പെടുകയാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന്. അപ്പൊ വലിയൊരു ഒരു ഇതായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പൊ സ്വാഭാവികമായും മോദിജി നേരിട്ട് നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ തയ്യാറായി ഒപ്പുകൈകളായിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം അടുത്ത് വരുമ്പോൾ പ്രധാനമന്ത്രിയാണ്, ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമയാണ്, നമ്മളൊക്കെ വീരാരാധനയോടെ കാണുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിൽ മോദിജി അടുത്ത് വരുമ്പോൾ നമസ്തേ പറയാൻ ഞാൻ കൈ ഉയർത്തുമ്പോഴേക്കും അദ്ദേഹം ഞാൻ അങ്ങോട്ട് അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് വേഗം വന്നെന്റെ ചുമലിൽ പിടിച്ച് മാസ്റ്റർജി കൈസ ഹേ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പോ മുമ്പ് കണ്ടിട്ടില്ല എങ്കിൽ പോലും എന്നെ അദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടി അദ്ദേഹം കുറച്ചു സമയമെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകുമല്ലോ, ഈ പറയുന്ന ആളാരാണ് എന്താണ് എന്ന്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി വാസ്തവത്തിൽ. ഞാൻ അങ്ങോട്ട് മോദിജിക്ക് നമസ്തേ പറയുന്നതിന് മുമ്പേ ഇങ്ങോട്ട് അദ്ദേഹം എന്റെ മാസ്റ്റർജി എന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരികയും എന്റെ ചുമലിൽ പിടിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യം. മറ്റൊന്ന്, അദ്ദേഹം പ്രസംഗം ആരംഭിച്ചതിന് ശേഷം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെയൊരു സീൻ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായ തരത്തിൽ ആ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോൾ ഒരു പരിചയപ്പെടുത്തൽ ആരെങ്കിലും ഒക്കെ നടത്തും എന്നതാണല്ലോ രീതി. പക്ഷെ ഇദ്ദേഹം പ്രസംഗം ആരംഭിച്ച് ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നേരെ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം അന്ന് ഡൽഹിയിൽ കണ്ണടച്ചിരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം അത് സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും സദസ്സിൽ അതിഭയങ്കരമായ പ്രതികരണം ഉണ്ടായി, കയ്യടിയും ആർപ്പുവിളികളും ഒക്കെ ഉണ്ടായി. പെട്ടെന്നാണ് തിരിഞ്ഞു നിന്ന് എന്നോട് എണീക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹം തന്നെ എന്റെ കൈ പിടിച്ച് അദ്ദേഹത്തോടൊപ്പം ചേർത്ത് നിർത്തി, കൈ ഉയർത്തി പിടിച്ച്, സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കരസ്പർശം അല്ലെങ്കിൽ ആ ഒരു പിടുത്തം എന്ന് പറയുന്നത് വലിയ വൈദ്യുത തരംഗങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിച്ച ഒരു അനുഭവമായിരുന്നു. എന്തെന്നില്ലാത്ത ഒരു അനുഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പിടുത്തം, അതിന്റെ ഒരു കരുത്തുണ്ടല്ലോ, അത്രയധികം ഒരു ആത്മാവിഷ്കാരം എന്നുള്ള നിലയിൽ ആണ് അദ്ദേഹം അതവിടെ അവതരിപ്പിച്ചത്. 2-2.5 മിനിറ്റ് നേരം ഈ ഒരു വിഷയം തന്നെ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്താണല്ലോ ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ചില കാര്യങ്ങളിൽ നമുക്ക് പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് സംഘ കാര്യകർത്താക്കളിൽ നിന്ന്, പാർട്ടി നേതാക്കന്മാരിൽ നിന്നൊക്കെ, മാരാർജിയെ പോലുള്ള ആളുകളൊക്കെ അന്ന് നൽകിയ കരുത്ത് അതിന് വാക്കുകളില്ല അത് വിശദീകരിക്കാൻ. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതൊന്ന് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. CPM-ന് ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട് സർ, നമ്മുടെ കൂത്തുപറമ്പ് വെടിവെപ്പിലെ ഒരു രക്തസാക്ഷി, നമ്മുടെ പുഷ്പനെ അറിയാമോ എന്ന ഒരു ആഭാസ ഗാനമൊക്കെ എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ സത്യത്തിൽ മാഷിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ ഒരു ക്യാപ്ഷൻ ഇതുവരെ മാഷ് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നത് വരെ ജീവിക്കുന്ന സംഘപുത്രൻ എന്ന രീതിയിലുള്ള, ജീവിക്കുന്ന രക്തസാക്ഷി സംഘപുത്രന്മാരിലുള്ള എന്നതായിരുന്നു. പക്ഷെ മാഷ് ഇവിടെ അത് കൃത്യമായിട്ടും വ്യക്തമാക്കി, ഞാൻ രക്തസാക്ഷിയല്ല, ഇരയല്ല, ഞാൻ ഈ ചുവപ്പൻ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന പോരാളിയാണ് എന്ന് മാഷ് കൃത്യമായിട്ടും വ്യക്തമാക്കി. എന്താണ് മാഷ്ക്ക് നമ്മുടെ ലോക മലയാളി സമൂഹത്തോട് നൽകാനുള്ള സന്ദേശം? അതെ, അതായത് പിന്നെ ഞാനിത് മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ പറയുന്നത്. കാരണം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു കാര്യകർത്താവിനും ജീവൻ നഷ്ടപ്പെടരുത്, ഒരാൾക്കും അംഗവൈകല്യം സംഭവിക്കരുത്. നമ്മുടെ കാര്യകർത്താക്കൾക്ക് മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തനമാണല്ലോ. ഇപ്പൊ CPIM ആണെങ്കിലും ആശയപരമായി നമുക്ക് വിയോജിപ്പിന്റെ മേഖലകൾ ഒട്ടനേകമുണ്ടെങ്കിലും അവരും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ്.
സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ വ്യാഖ്യാനം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവരെ അംഗീകരിക്കുന്നു. അവർ പ്രവർത്തിക്കട്ടെ, അവരും പ്രവർത്തിക്കട്ടെ, നമ്മളും പ്രവർത്തിക്കണം. അതുകൊണ്ടാണല്ലോ ബുദ്ധദേവ് ഭട്ടാചാര്യ പോലുള്ള ആൾക്ക് പത്മഭൂഷൺ കൊടുക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. ഗുലാം നബി ആസാദിന് പത്മഭൂഷൺ കൊടുക്കുന്നു. ആ നിലയ്ക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഒരു ഭാവം നമ്മളെല്ലാവരും കൈവരിക്കണം എന്നുള്ളതാണ്. അപ്പോ പലപ്പോഴും എനിക്കറിയാം, ഈ ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മഭൂഷൺ നിഷേധിച്ചത് മാത്രമല്ല, എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ഇപ്പൊ തൃശ്ശൂരിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഞാൻ സ്ഥാപനമോ അല്ലെങ്കിൽ ആളുകളെയോ ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല. ഒരു സ്ഥാപനത്തിൽ ഭാരതീയ മസ്ദൂർ സംഘം രക്ഷാബന്ധൻ പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ വെച്ച് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കഴിവ് തെളിയിച്ച 3-4 പേരെ ആദരിക്കാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ ഒരാള്, പിന്നെ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് CPIM നിയന്ത്രണത്തിലുള്ള കർഷക തൊഴിലാളി യൂണിയന്റെ എന്തോ ചുമതല കൂടി വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല കർഷകൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടി. അദ്ദേഹത്തെ BMSന്റെ വേദിയിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ചു. ഞാനാണ് ആ പരിപാടിയിൽ മുഖ്യ പ്രാസംഗികനായിട്ട് പോയത്. മറ്റ് ആദരിക്കാൻ നിശ്ചയിച്ചവരിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയക്കാരായിട്ടുള്ള 3-4 പേരുമുണ്ട്. ഇവരെല്ലാവരും വന്നു. പക്ഷേ ഈ CPIMന്റെ പ്രവർത്തകനായിട്ടുള്ള ആളുകൾ നമ്മുടെ വേദിയിൽ വന്നില്ല, BMSന്റെ വേദിയിൽ വന്നില്ല. അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് വരാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ സംഘടന വിലക്കി എന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര ചെറിയ മനസ്സാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നുള്ളതാണ്. ഇവരാണ് നമ്മളെ ഉപദേശിക്കുന്നത്, നിങ്ങൾ വെറുപ്പിന്റെ ആളുകളാണ് എന്നൊക്കെ. നോക്കൂ, നമ്മൾ ഓരോ സന്ദർഭത്തിലും ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരസ്പരം സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അവർ അതിൽ നിന്ന് അകന്നു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, രാഷ്ട്രീയ വിശ്വാസം എന്തുമാകട്ടെ, പക്ഷെ പൊതു കാര്യങ്ങൾ വരുന്ന സമയത്ത്, പൊതുവിഷയങ്ങൾ വരുന്ന സമയത്ത് കൈകോർത്ത് നിന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സംഘം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സംഘ സ്വയം സേവകരെ. നമുക്കറിയാമല്ലോ, പ്രളയകാലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ, മുസ്ലിം പള്ളികളിൽ ശുചീകരണ പ്രവൃത്തി നടത്തി വരുന്ന കാക്കിത്തിക്കരട്ട സേവാഭാരതി പ്രവർത്തകരുടെ വീഡിയോ നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. CPIMന്റെ ഓഫീസിനുള്ളിലെ ചെളിയും മറ്റ് മാലിന്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്ന സ്വയം സേവകരുടെ ചിത്രങ്ങൾ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചൊരു ഫോട്ടോ നമുക്ക് തെരഞ്ഞാൽ കിട്ടില്ല. അപ്പൊ ഈ നിലയ്ക്കാണ് സാമൂഹ്യ വീക്ഷണം നമ്മൾ വെച്ച് പുലർത്തുന്നത്. ആ സാമൂഹ്യ വീക്ഷണത്തോടൊപ്പം മലയാളി സമൂഹം അണിചേരണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്. രാഷ്ട്രീയ വിശ്വാസം ഇതിന് തടസ്സമാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നതല്ലേ പരിഷ്കൃത സമൂഹത്തിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല. അതില് രാഷ്ട്രീയ അധികാരമോ ഭരണാധികാരമോ അവരെ അതിൽ നിന്ന് വിലക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സംജാതമായി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കേരളീയ സമൂഹം ഒരു പരിവർത്തനത്തിന് സന്നദ്ധമാകണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിലയ്ക്ക് എന്തായാലും ചുവപ്പൻ ഭീകരതയോടെ ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ ശക്തമായി ഞങ്ങളുടെയൊക്കെ ആ ഒരു മുന്നിൽ നയിക്കുന്ന ഈ പോരാളിക്ക് ഒരുപാട് ഭാവുകങ്ങൾ നേരുകയാണ്. നമ്മളോടൊപ്പം ഇത്ര ഏകദേശം 54 മിനിറ്റോളം നമ്മളോടൊപ്പം ഈ അങ്ങയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച അങ്ങയുടെ ഒരുപാട് നന്ദി, കടപ്പാട്, സ്നേഹം.